ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവമക്കൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ നാളുകളിൽ നമ്മെ അത്ഭുതകരമായി വഴി നടത്തിയ പിതാവായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അനേകർ ഓരോ ദിവസവും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോഴും നമ്മെ ദൈവം എത്രത്തോളം നമ്മെ സ്നേഹിക്കുന്നുവെന്ന് നാം ഈ പ്രഭാതത്തിൽ ഓർക്കേണ്ടത് അനിവാര്യമാണ്. ദൈവം നമ്മെ ഓരോ നിമിഷവും ഉറ്റുനോക്കിയിരുന്ന് വഴി നടത്തുമ്പോൾ നമ്മളും ദൈവത്തിനായി ചില കാര്യങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെയാണ് നാം ദൈവത്തിനായി ചെയ്യേണ്ടത്? ദൈവം നമ്മെ സ്നേഹിക്കുന്നത് പോലെ നാമും ദൈവത്തെ സ്നേഹിക്കണം. എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാം? ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം ഇന്നതെന്ന് നാം തിരിച്ചറിഞ്ഞ് അപ്രകാരം നാം ജീവിക്കുമ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ പ്രമാണിക്കുമ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ദിവസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ദിവസം ശബത്ത് ദിവസം ആണ്. നമുക്കതിനായി ഒരു തിരുവേദ വാക്യം വായിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കാം. ദൈവം സൃഷ്ടിപ്പ് നടത്തിയപ്പോൾ 6 ദിവസം കൊണ്ട് സകല വേലയും പൂർത്തിയാക്കി 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു എന്നാണ് ബൈബിളിൽ വചനമുള്ളത്. അതായത് മനുഷ്യന് തൻ്റെ കാര്യാദികൾ എന്ന് പറയുമ്പോൾ ദൈവവചനപ്രകാരം തൻ്റെ കടമകൾ ദൈവത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി ചെയ്ത് തൻ്റെ കാര്യങ്ങളും ദൈവ സുവിശേഷ വേലയും ഒക്കെ ചെയ്യുവാനായിട്ട് 6 ദിവസവും സൃഷ്ടിച്ച് കൽപ്പിച്ച് നൽകിയിരിക്കുന്നു. എന്നാൽ 7-ാമത്തെ ദിവസം എന്നത് ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് സ്വസ്ഥമായിരുന്ന നാളുകളാണ്. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള ആ ഒരു ദിവസം 7-ാമത്തെ ദൈവം സ്വസ്ഥമായിരുന്ന ആ ശനി എന്ന് പറയുന്ന ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? തിരുവചനം പറയുന്നു, ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അപ്പോൾ 7-ാം ദിവസത്തിൻ്റെ പ്രത്യേകത ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 7-ാം ദിവസം യഹോവയുടെ ശബത്താണ്. അപ്പോൾ പിതാവായ ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് അന്നേ ദിവസം സ്വസ്ഥമായിരുന്നു. ഇന്ന് നാമും അതേപോലെ ചെയ്യണം എന്നുള്ള ഒരു മാതൃകയായിരുന്നു പിതാവായ ദൈവവും നമുക്ക് കാണിച്ചു തന്നു. പുത്രനായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ യേശുക്രിസ്തുവും അത് തന്നെയാണ് നമുക്ക് മാതൃക കാണിച്ചു തന്നത്. സൃഷ്ടിപ്പിൻ സമയത്ത് തന്നെ അതേപോലെ കൽപ്പന എഴുതിയ സമയത്തും തന്നെ ദൈവത്തിനറിയാമായിരുന്നു മനുഷ്യന് മറവി സംഭവിക്കാം. അതുകൊണ്ടാണ് 10 കൽപ്പനകളിൽ 4-ാം കൽപ്പന മാത്രം ഓർക്ക എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ പിതാവായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിലൂടെ നൽകിയത്. ഉദാഹരണം നമ്മളൊന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പരീക്ഷാ കാലമാണ്. അധ്യാപകരൊക്കെയും കുഞ്ഞുങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുക്കുന്നു, പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ പറഞ്ഞു കൊടുക്കുന്നു, മുൻകാല ചോദ്യപേപ്പറുകൾ എടുത്തിട്ട് അതിൽ നിന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കൊടുത്തിട്ട് പറയുന്നു ഇതൊന്നും മറക്കരുതെന്ന് പറയുന്നു. അതെന്തിനേയും മറക്കരുതെന്ന് പറയുന്നത്? അവർക്കത് പരീക്ഷയിൽ വരുമ്പോൾ അത് എഴുതി അതിലവർക്ക് മാർക്ക് നേടുവാനായിട്ടാണ്. അപ്പോൾ ഇത് മറക്കരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് ഓർത്തു വെക്കണം എന്നതാണ്. അപ്പോൾ അവിടെ ഓർമ്മിക്കണം എന്നും പറയുന്നു, മറക്കരുതെന്നും പറയുന്നു. ഇത് രണ്ടും നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ചൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മളത് മറക്കാൻ പാടില്ല. മനുഷ്യന് മറവി സംഭവിക്കാം, എങ്കിലും അത് മറക്കാൻ പാടില്ല എന്നുള്ള ഒരു വസ്തുതയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നത്തെ ലോകജനം ഭൗതികതയിൽ ആശ്രയിക്കുന്നതിനാൽ ഓർത്തു വെക്കണം എന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന ശബത്ത് നാളിനെ മനഃപൂർവ്വം മറന്നു കളഞ്ഞിരിക്കുന്നു. പകരം മനുഷ്യൻ സാത്താൻ്റെ പ്രേരണയാൽ കണ്ടെത്തിയ ഞായറാഴ്ചയെ 1-ാം ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുന്നു. അന്ന് എല്ലാവരും ഫ്രീ ആണ്. ദൈവത്തെ ഞായറാഴ്ച ആരാധിക്കാൻ കാരണം ചോദിച്ചാൽ അവരൊക്കെ പറയുന്നത് അന്ന് എല്ലാവരും ഫ്രീ ആണ്, പണിയില്ല, പഠിത്തമില്ല, ജോലിയില്ല, അന്നാണ് ദൈവത്തെ വിളിക്കാൻ സൗകര്യമെന്നാണ് അങ്ങനെയുള്ളവരുടെ മറുപടി. നാം ഒന്ന് ചിന്തിക്കണം. ദൈവവചനവും ദൈവകൽപ്പനയും നീതിയുള്ളതാണ്, വിശുദ്ധമാണ്. അതിൽ ആശ്രയിച്ചിട്ട് അത് കയ്യിൽ പിടിച്ചുകൊണ്ട് സാത്താൻ പറയുന്ന ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ആരാധന ദൈവത്തിന് സൗരഭ്യവാസനയായി സ്വർഗത്തിലെത്തുമോ? നാം തീർച്ചയായും ചിന്തിക്കേണ്ട കാര്യമാണ്. യെശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ ബുദ്ധിയുള്ള ആരാധനയായി ആ ആരാധന മാറുമോ എന്നും നാം
ചിന്തിക്കണം, മാറി ചിന്തിക്കണം സഹോദരങ്ങളെ. ദൈവം പറഞ്ഞിരിക്കുന്ന, ദൈവം മാതൃക കാട്ടി തന്നിരിക്കുന്ന, യേശുക്രിസ്തു ഈ ഭൂമിയിൽ നടത്തിയിരുന്ന ശബത്ത് ദിനം വ്യക്തമായി പറഞ്ഞാൽ ശനിയാഴ്ച ദിന ആരാധന മാത്രമാണ്. അത് മാത്രമാണ് ദൈവത്തിന് പ്രസാദത്തിന് ഹേതുവാവുകയുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെയും നാം പ്രാർത്ഥനയോടുകൂടി നമ്മുടെ കാര്യങ്ങളും സുവിശേഷ വേലയും ദൈവവേലയും ഒക്കെ നാം ചെയ്യേണ്ടതാകുന്നു. ഇത് മനുഷ്യൻ പറഞ്ഞതല്ല, തിരുവചനം പറയുന്നതാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക, 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. ഈ ശബത്തിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നും അതിൻ്റെ അടുത്ത വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ഒരു വീട്ടിലുള്ള എല്ലാവരും, ആ വീട്ടിൽ മൃഗങ്ങളുണ്ടെങ്കിൽ മൃഗങ്ങളും, ആ വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാർ വന്നിട്ടുണ്ടെങ്കിൽ അവർ പോലും അവരുടേതായ വേല ചെയ്യാൻ പാടില്ല. എന്ന് സ്വസ്ഥമായിരുന്ന് സമാധാനമായിരുന്ന് ദൈവത്തെ ആരാധിക്കേണ്ടുന്ന ദിവസമാണ് യഹോവയുടെ ശബത്തായ ശനിയാഴ്ച എന്ന് പറയുന്നത്. ശബത്ത് സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. അത് ദൈവമായും പരസ്പരവുമായുള്ള നമ്മുടെ ബന്ധം മെച്ചപ്പെടുത്തുകയും ചെയ്യണം. ശബത്തിൽ ആരാധിക്കുകയും മറ്റുള്ളവരുമായി സഹവസിക്കുകയും വേണം. വെളിയിൽ സമയം ചെലവഴിക്കുമ്പോഴും നമുക്ക് പ്രകൃതിയിലേക്ക് നമുക്ക് നോക്കാം. അവിടെ പ്രകൃതിയിൽ ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന വൻ കാര്യങ്ങളെ കാണിച്ച് നമുക്ക് ദൈവത്തെ മഹിമപ്പെടുത്തുവാനായിട്ട് സാധിക്കാം. അങ്ങനെ നാം ക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടരുന്നവരായിട്ട് മാറും. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ശബത്തിൻ്റെ സമയം ആരംഭിക്കുന്നത്. ആ സൂര്യാസ്തമയ സമയത്ത് ശബത്ത് ആരംഭിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെ നാം ഒന്നിച്ചു കൂട്ടിയിരുന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ ദിവസത്തെ പ്രാർത്ഥനാപൂർവം വരവേൽക്കുകയും നമ്മുടെ വിശിഷ്ട അതിഥിയായി യേശുവിനെ ആ ദിവസത്തിലേക്ക് ക്ഷണിക്കുവാനും നാം ഒരിക്കലും മറക്കരുത്. ഇത് പ്രയോഗത്തിൽ വരുത്തുകയാണ് എങ്കിൽ ആ ശബത്ത് ദിവസം നമ്മൾ ഏറ്റവും അനുഗ്രഹപൂർണമായിട്ട് തന്നെ നമ്മൾ മാറും. ശബത്ത് ദിവസത്തെ ഓർക്കാനും വിശ്രമ ദിവസത്തെ സ്വാഗതം ചെയ്യാനും കഴിയുന്ന ആ ഒരു മഹോന്നതമായ ആ ഒരു ശൈലിയിലേക്ക്, ആ ഒരു രീതിയിലേക്ക് നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണ് എങ്കിൽ വീണ്ടും വരുന്നവനായ കർത്താവിൻ്റെ വരവിൽ നാമും നിത്യതയിലേക്ക് ചേർക്കപ്പെടുമെന്നുള്ള ഒരു പ്രത്യാശ കൂടി നമ്മളിൽ ഉണ്ടാകുവാനും ഇടയാകും. അപ്രകാരം ശബത്ത് ദിനം ആചരിച്ച് കർത്താവിൻ്റെ മാതൃക പിന്തുടരുവാൻ നമ്മെ എല്ലാവരെയും പിതാവായ ദൈവം അനുഗ്രഹിക്കട്ടെ, അതിനായുള്ള സാഹചര്യം ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ പ്രഭാതവന്ദനത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഹല്ലേലൂയ, സ്തോത്രം. ഇന്നേ ദിവസം കർത്താവെ, അവിടുത്തെ തിരുവചനം കർത്താവെ സ്തോത്രം അടിയങ്ങൾക്ക് ധ്യാനിപ്പാൻ തക്കവണ്ണം അവിടുന്ന് വഴിയൊരുക്കിയതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു നാഥ. നല്ലൊരു ദിവസത്തെക്കുറിച്ച്, അവിടുത്തെ ദിവസത്തെക്കുറിച്ച് അടിയങ്ങൾ സ്വസ്ഥമായിരുന്ന അങ്ങേ ആരാധിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അടിയങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചുവല്ലോ അപ്പച്ചാ, സ്തോത്രം. അതിനായി അവിടുന്ന് തിരുവചനങ്ങൾ നൽകി അടിയങ്ങളെ അനുഗ്രഹിച്ച വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു നാഥ. ഹല്ലേലൂയ, സ്തോത്രം. ഓരോ ദിവസങ്ങളിലും അടിയങ്ങളെ വഴി നടത്തുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു നാഥ. അടിയങ്ങളുടെ കുറ്റങ്ങളെയും കുറവുകളെയും കർത്താവെ അവിടുന്ന് ക്ഷമിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ, സ്തോത്രം. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ സ്ഥിരമായ ഒരു ആത്മാവിനെ അടിയങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഓരോ ദിവസവും മനസ്സ് പുതുക്കുന്നവരായി, മാനസാന്തരപ്പെടുന്നവരായി കർത്താവെ സ്തോത്രം അവിടുത്തെ ആശ്രയിച്ച് കർത്താവെ മുന്നോട്ട് ജീവിപ്പാൻ തക്കണം അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ, സ്തോത്രം. ഇന്നേ ദിവസം കർത്താവെ സ്തോത്രം അങ്ങയിൽ ആശ്രയിക്കുന്ന എല്ലാവർക്കും കർത്താവെ അങ്ങയുടെ എല്ലാ ദൈവമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ, സ്തോത്രം. ആയുസ്വാരോഗ്യവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനമയച്ച് അവരെ സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ, സ്തോത്രം. ഹല്ലേലൂയ, സ്വർഗ്ഗ നല്ല പിതാവേ, ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടുന്ന് അവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ, സ്തോത്രം. ഹല്ലേലൂയ. കിടക്കയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വചനത്തിൽ കൂടെ കർത്താവെ അവരെ സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ തൊട്ട് തലോടി അവരെ സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ, സ്തോത്രം. എൻ്റെ കർത്താവ് എനിക്ക് നല്ലത് ചെയ്തു എന്ന് സാക്ഷ്യം പറവാൻ തക്കവണ്ണം കർത്താവെ ഓരോരുത്തരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ, സ്തോത്രം. ഹല്ലേലൂയ, സ്വർഗ്ഗ നല്ല പിതാവേ, അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് യാചിക്കുന്നു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്കായി, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ, സ്തോത്രം. അവിടുത്തെ
തിരുനടത്തിപ്പ് അവരോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഓരോ ജോലിക്ക് വേണ്ടിയും ഇറങ്ങിപ്പോകുന്ന സഹോദരങ്ങളെ കർത്താവെ തിരിച്ചവരവരുടെ വീടുകളിൽ എത്തുവോളം അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്ന മേഖലകളിലൊക്കെയും കർത്താവെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ആവശ്യങ്ങളിലും തുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അടുത്ത തുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അടിയൻ്റെ കുറ്റങ്ങളും കുറവുകളും ക്ഷമിച്ചു തരണമേ. അടിയൻ്റെ കുറ്റങ്ങളും കുറവുകളും ഒന്നും കർത്താവെ സഹോദരങ്ങളുടെ മേലുള്ള അനുഗ്രഹത്തിന് തടസ്സമാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വവും ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ താഴ്മയായി യാചിക്കുന്ന പച്ച കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ.